നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. തകർക്കുക തീർക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. 9 വിക്കറ്റിന് രാജസ്ഥാൻ റോയൽസിന് RCB തകർത്തിരിക്കുന്നു. ഫിൽ സാൾട്ടാണ് ഈ കളി RRൽ നിന്ന് പൂർണ്ണമായിട്ടും എടുത്തു കൊണ്ടുപോയത്. തുടക്കത്തിൽ അദ്ദേഹം നടത്തിയ ആ ഒരു ആധിപത്യമുണ്ടല്ലോ, അത് RCBക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി. ഒന്ന് പതിയെ കളിച്ചു പോയ കിങ് കോഹ്ലി സാൾട്ട് പോയതിനു ശേഷം കാര്യങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തു. ഒപ്പം തന്നെ DDP ദേവദത്ത് പടിക്കൽ അദ്ദേഹവും മികവ് കാണിച്ചപ്പോൾ ഒരേ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 175 എന്ന 174 എന്ന വിജയലക്ഷ്യത്തിലേക്ക് RCB കുതിച്ചെത്തി. നിശ്ചിത 20 ഓവറുകളിൽ 4 വിക്കറ്റിന് 173 റൺസാണ് രാജസ്ഥാൻ റോയൽസ് ആദ്യം ബാറ്റ് ചെയ്തിട്ട് എടുത്തിരുന്നത്. മറുപടി ബാറ്റിങ്ങിൽ 15 പന്തുകൾ ശേഷിക്കെ ഒരേ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ RCB 175 റൺസ് അടിക്കുകയായിരുന്നു. രാജസ്ഥാൻ റോയൽസിൻ്റെ ബാറ്റിങ്ങിൽ സഞ്ജു സാംസൺ 15 റൺസിന് സ്റ്റംപ്ഡായി പോവുകയായിരുന്നു. അതൊരു നാണക്കേടിൻ്റെ റെക്കോർഡാണ്. 11ാം തവണയാണ് ഇപ്പോൾ T20യിൽ അദ്ദേഹം സ്റ്റംപ്ഡായി പുറത്തു പോകുന്നത്. അതായത് ഇന്ത്യൻ വിത്ത് മോസ്റ്റ് ടൈംസ് ഗെറ്റിംഗ് സ്റ്റംപ്ഡ് ഔട്ട് ഇൻ T20s എന്നുള്ള ഒരു നാണക്കേടിൻ്റെ റെക്കോർഡ് ഇപ്പോൾ അദ്ദേഹം സ്വന്തമാക്കിയാണ്. മോസ്റ്റ് ടൈംസ് ഗെറ്റിംഗ് സ്റ്റംപ്ഡ് ഔട്ട് ഇൻ T20s ഇന്ത്യൻസിൻ്റെ കണക്കിൽ. അതോടൊപ്പം തന്നെ യശസ്വി ജയ്സ്വാൾ മികച്ച പ്രകടനം നടത്തിയത് കാണാതെ പോകാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഈ IPL രണ്ടാമത്തെ അർദ്ധ സെഞ്ചുറി അദ്ദേഹം കുറിച്ചു. 47 പന്തിൽ നിന്ന് 10 ഫോറും 2 സിക്സും അടക്കം 75 റൺസ് അദ്ദേഹം സംഭാവന ചെയ്തിരുന്നു. റിയാൻ പരാഗ് 22 പന്തിൽ 30 റൺസ് എടുത്തപ്പോൾ ധ്രുവ് ജുറൽ 23 പന്തിൽ നിന്ന് 35 റൺസാണ് എടുത്തത്. ഏതായാലും ഈ ഒരു സ്കോർ 173 എന്നുള്ളത് ഒട്ടും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള സ്കോറല്ല എന്ന് ഫിൽ സാൾട്ട് തുടക്കത്തിൽ തന്നെ കാണിച്ചു കൊടുത്തു. എല്ലാ രാജസ്ഥാൻ ബൗളർമാർക്കെതിരെയും അദ്ദേഹം ആധിപത്യം പുലർത്തി. 33 പന്തിൽ 5 ഫോറും 6 സിക്സും അടക്കം അദ്ദേഹം 65 റൺസ് എടുത്തു. അദ്ദേഹം മടങ്ങിയത് 9ാമത്തെ ഓവറിലാണ്. അപ്പോഴേക്കും പക്ഷേ 92 റൺസിലേക്ക് അവരുടെ സ്കോർ എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വിരാട് കോഹ്ലി 62 റൺസ് അടിച്ച് പുറത്താകുന്നു. 45 പന്തിൽ 4 ഫോറും 2 സിക്സറും അടക്കം അദ്ദേഹം 62 റൺസ് അടിച്ചു. ഈ അർദ്ധ സെഞ്ചുറിയോടുകൂടി T20 ക്രിക്കറ്റിൽ 100 അർദ്ധ സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഏഷ്യൻ താരമായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. ആദ്യ ഇന്ത്യൻ താരം, ആദ്യ ഏഷ്യൻ താരം, അങ്ങനെയൊക്കെയുള്ള റെക്കോർഡിലേക്ക് അദ്ദേഹം കടന്നിരിക്കുന്നു. ദേവദത്ത് പടിക്കൽ 28 പന്തിൽ 5 ഫോറും 1 സിക്സും അടക്കം 40 റൺസ് അടിച്ചു. അങ്ങനെ ആധിപത്യത്തോടുകൂടി, സമഗ്ര ആധിപത്യത്തോടുകൂടി RCB വിജയിച്ച് കയറിയിരിക്കുന്നു. ഏവേ മത്സരങ്ങളിലെ അവരുടെ വിന്നിംഗ് സ്ട്രീക്ക് തുടരുകയാണ്. രാജസ്ഥാൻ റോയൽസിന് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ട്രാക്കിലാക്കാനുണ്ട് എന്ന് വിളിച്ചോതിയ മത്സരമാണ് കടന്നുപോയത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.